ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തനിക്ക് ഞാനിപ്പോ ദയാവധം വിധിച്ചിരിക്കുക. ഞാനാണ് ഈ ജയിലിന്റെ അധികാരി. നരകയാതന എന്താന്ന് ഇന്നു മുതൽ താൻ അനുഭവിക്കാൻ പോവാ. സന്ദീപേ, ഞാനും കൂടി പിടിക്കാം. വേണ്ട. സന്ദീപേ, നന്ദേട്ടനൊന്ന് പിടിച്ചിറക്കിക്കേ. നിങ്ങൾ പിടിച്ചാൽ ശരിയാവില്ല. ഇത്രയും ദിവസം കൂടെ നിന്നിരുന്നത് സന്ദീപല്ലേ. സന്ദീപിനെ കൊണ്ട് മാത്രമേ പറ്റൂ. പതുക്കെ. നന്ദേട്ടാ, ഇത് നമ്മുടെ വീടാ. ഓർക്കുന്നുണ്ട് ഇതല്ല? നിങ്ങൾ എങ്ങോട്ടോ പോവാനിറങ്ങിയാണെന്ന് തോന്നുന്നു. അതേടാ, അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാറിന്റെ ഓഫീസറെ പോയി ഇറങ്ങിയതാ. അല്ല, നിങ്ങളിത് എത്ര ലേറ്റ് ആയത്? ഡിസ്ചാർജ് ചെയ്തെങ്കിലും ബില്ലൊക്കെ കിട്ടിയപ്പോ ലേറ്റായി. ജാമ്യത്തിന്റെ കാര്യം എന്തായി മോളെ? ഉടൻ തന്നെ ശരിയാവച്ച. സന്ദീപേ, നമുക്ക് നന്ദേട്ടനകത്തേക്ക് ഉണ്ടോ? സച്ചി, ഞങ്ങൾ എന്നാ നന്ദേട്ടനകത്തോണ്ടേക്ക് എടുത്തട്ടെ. ശരി, അങ്ങനെ ആവട്ടെ. ഞങ്ങളൊന്ന് പോയിട്ടേ. സന്ദീപേ, വാ. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല മോളെ. നിങ്ങൾ പോകാൻ ഇറങ്ങിയെടുത്ത് ഇനി ലേറ്റ് ആവണ്ട. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ശരി. സച്ചേട്ടാ, എടുത്തിയുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നു? ഇല്ല. എന്താ? എന്നോടെന്തോ വിരോധമുള്ള പോലെ തോന്നുന്നു. അല്ലെങ്കിൽ തന്റെ ശത്രു അല്ലല്ലോ. അതല്ല, ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ട് നന്ദേണ്ണന് കുഴപ്പം വന്ന പോലെ. എന്നോട് നന്ദേണ്ണനെ പിടിക്കണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അവന്തികടത്തിയുടെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടല്ലോ. താൻ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്തായാലും നന്ദേട്ടൻ തിരിച്ചെത്തിയല്ലോ. ഇനി എപ്പോ വേണമെങ്കിലും നമുക്ക് കാണാമല്ലോ. താൻ വാ, നമുക്ക് പോവാം. സാറ് നമ്മളെ നോക്കിയിരിക്കായിരിക്കും. വാ. ഇനി സന്ദീപ് പൊക്കോ, ഞാൻ നോക്കിക്കോളാം. ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ ഇരുന്ന് കഷ്ടപ്പെട്ടതല്ലേ. പോയൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വിശ്രമിക്കാൻ നോക്ക്. നന്ദേട്ടാ,
ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. എത്രയും പെട്ടെന്ന് പഴയ ലൈഫിലേക്ക് തിരിച്ചു വരും. ഞാൻ പറയുന്നത് നന്ദേട്ടൻ കേൾക്കുന്നുണ്ടോ? അവന്തികേട്ടത്തി, നന്ദേട്ടന്റെ കാര്യത്തില് ഇപ്പൊ അവന്തികേട്ടത്തിക്ക് നല്ല കരുതലുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇന്നുവരെ ഇങ്ങനൊരു അവസ്ഥയിൽ നന്ദേട്ടൻ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. രാവും പകലും വേണമെങ്കിൽ ഞാൻ നന്ദേട്ടന്റെ കൂടെ ഇരുന്നോളാം. നന്ദേട്ടന്റെ കാര്യത്തിൽ ഒരു കുറവും വരാതെ ഞാൻ നോക്കാം. സന്ദീപിന്റെ ഉള്ളിലെ വിഷമം എനിക്കറിയാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. നന്ദേട്ടന്റെ കാര്യത്തിൽ ഒന്നിനും ഒരു കുറവും വരില്ല. ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സന്ദീപും മറ്റെല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. എത്ര ദിവസങ്ങളായി ഏട്ടന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു. ഇങ്ങനൊരു അനിയനെ കിട്ടിയത് ഏട്ടന്റെ ഭാഗ്യ. ഇനിയില്ല, ഞാൻ നോക്കിക്കോളാം. സന്ദീപ് ചെല്ല. അനിയന് ഇയാളോടുള്ള സ്നേഹം കണ്ടില്ലേ? ഇതുവരെ താനിങ്ങനെ കിടന്നിട്ടില്ല പോലും. തന്നെ ഇങ്ങനെ കിടത്തിയത് ഞാനാണെന്ന് അവനറിയില്ലല്ലോ. ഇന്നു മുതൽ ഈ മുറി തന്റെ തടവറയാ. താൻ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? അറിയുന്നുണ്ടോ? തനിക്ക് ഞാനിപ്പോ ദയാവധം വിധിച്ചിരിക്കുക. ഞാനാണ് ഈ ജയിലിന്റെ അധികാരി. നരകയാതന എന്താന്ന് ഇന്നു മുതൽ താൻ അനുഭവിക്കാൻ പോവാ. ക്ഷേമം അന്വേഷിക്കാൻ ആളുകൾ വരുന്നുണ്ട്. അവരുടെ മുന്നിൽ ഞാനല്ല ഒന്നാന്തര അഭിനയം കാഴ്ചവെക്കും. ഭർത്താവിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഭാര്യ ലോകത്ത് വേറെ ഇല്ലെന്ന് അവർക്ക് തോന്നും. ഇല്ലെങ്കിൽ തോന്നിപ്പിക്കും ഞാൻ. ഞാൻ നന്ദേട്ടന്റെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങായിരുന്നു. ആ, എന്നാ അത് കഴിയട്ടെ. അച്ഛൻ പിന്നെ വരാം. അയ്യോ സാരമില്ല, അച്ഛൻ വന്നോളൂ.